ബിജെപിക്കുള്ളിലെ ജാതി വിവേചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ആലത്തൂരിലെ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ ടി.എൻ. സരസു. പാർട്ടിക്കുള്ളിൽ ദളിത് വിഭാഗക്കാരോട് കാണിക്കുന്ന അവഗണന തന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചുവെന്നാണ് അവർ പറയുന്നത്. ഇത് വെറും വ്യക്തിപരമായ അനുഭവമല്ലെന്നും ഒരു വലിയ ഘടനാപരമായ പ്രശ്നത്തിന്റെ സൂചനയാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരിഗണിക്കാത്തതിൽ പരാതിയില്ല. എന്നാൽ ഗുരുവായൂരിലും കൊടുങ്ങല്ലൂരിലും പ്രചരണത്തിൽ പങ്കെടുക്കാൻ താല്പര്യം അറിയിച്ചിട്ടും വേണ്ടെന്നാണ് പറഞ്ഞതെന്നും ടി.എൻ. സരസു പറഞ്ഞു. പാർട്ടിയിൽ പ്രവർത്തിച്ച സമയത്ത് തനിക്ക് നേരിട്ട ചില അനുഭവങ്ങൾ ഏറെ അസ്വസ്ഥതയുണ്ടാക്കി. പ്രത്യേകിച്ച് തീരുമാനമെടുക്കുന്ന ഘട്ടങ്ങളിൽ ദളിത് നേതാക്കൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്ന തോന്നൽ ശക്തമായിരുന്നു. നമ്മളെ കേൾക്കുന്നത് പോലെ തോന്നിക്കും, പക്ഷേ നിർണായക സമയത്ത് നമ്മളെ മറികടക്കുന്നു എന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നതെന്ന് ടി.എൻ. സരസു പറഞ്ഞു. അതേസമയം രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചും സരസു തുറന്ന അഭിപ്രായം പങ്കുവച്ചു. വോട്ടിനു വേണ്ടി താഴ്ന്ന ജാതിക്കാരെയാണ് ആവശ്യമെന്നും അദ്ദേഹത്തിന് ഒരു ബിസിനസ് മൈൻഡ് ആണെന്നും അവർ വിശേഷിപ്പിച്ചു. അതായത് രാഷ്ട്രീയത്തെക്കാൾ കാര്യങ്ങളെ ലാഭനഷ്ട കണക്കുകൂട്ടലിന്റെ കണ്ണിലൂടെ കാണുന്ന സമീപനമാണ് രാജീവ് ചന്ദ്രശേഖരന്റേതെന്നും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ബിസിനസ് സമീപനമാണ് മുൻപന്തിയിൽ കാണുന്നതെന്നും അവർ സൂചിപ്പിച്ചു. ഇത് ചില സാഹചര്യങ്ങളിൽ ഗുണകരമാകാമെങ്കിലും സാമൂഹിക നീതി പോലുള്ള വിഷയങ്ങളിൽ അത് മതിയാകില്ല എന്ന ആശങ്കയും അവർ ഉയർത്തുന്നു. പാർട്ടിക്കുള്ളിൽ ദളിത് വിഭാഗക്കാരോട് തുല്യ പരിഗണന ലഭിക്കുന്നില്ല എന്നതാണ് സരസുവിന്റെ മുഖ്യ ആരോപണം. ഈ ആരോപണങ്ങൾ പുറത്തു വന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചകൾ ശക്തമായിട്ടുണ്ട്. ബിജെപി നേതൃത്വത്തിൽ നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം വ്യക്തമല്ലെങ്കിലും പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് ഇമേജ് പ്രശ്നമായി ഉയർന്നിട്ടുണ്ട്. പ്രതിപക്ഷ കക്ഷികൾ ഇതിനകം തന്നെ ഈ വിഷയത്തെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ബിജെപി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വോട്ട് ബേസ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത്. അതിനാൽ തന്നെ പാർട്ടിയുടെ സാമൂഹിക അടിത്തറയെ ഇത് ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഒരു പാർട്ടിയുടെ ഉൾക്കാഴ്ചയും അതിന്റെ പ്രവർത്തന രീതിയും മനസ്സിലാക്കാൻ ടി.എൻ. സരസുവിന്റെ ഈ ആരോപണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് സമത്വവും ഉൾക്കൊള്ളലും പോലുള്ള മൂല്യങ്ങൾ പ്രാധാന്യമുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരം ആരോപണങ്ങൾ കൂടുതൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കും.